ചേട്ടാ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ വിജയം നേടിയിരുന്നു. അതിനുശേഷം നാം പ്രതീക്ഷിച്ചിരുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തന്നെ വീണ്ടും അധികാരത്തിൽ വരുമെന്നായിരുന്നു പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം വിശ്വസിച്ചിരുന്നത്. പക്ഷെ അതിനിടയ്ക്കൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുണ്ടായിരുന്നു. അതായിരുന്നു അതിലെ ടേണിംഗ് പോയിന്റ്. അവിടെ LDF വലിയ വിജയം കൊയ്യാൻ കഴിഞ്ഞു. പിന്നീട് ആ തുടർച്ചയുണ്ടാകുന്നു. പിന്നീട് വന്ന 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ അധികാരത്തിൽ വരുന്നു. അതിന് സമാനമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ വീണ്ടും ഉണ്ടായിരിക്കുന്നത്. കാരണം 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കുകയാണ്. അവർ വീണ്ടും ഒരു സ്വപ്നം കാണുകയാണ്. നിയമസഭയിൽ തങ്ങൾക്ക് അധികാരത്തിൽ വരാമെന്ന ചിന്തയുമായി അവർ രംഗത്ത് വരികയാണ്. പക്ഷേ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കുകയാണ്. ചിലപ്പോൾ അതല്ലേ ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നവർ ആയിരിക്കുമല്ലോ അടുത്തു വരുന്ന നിയമസഭയിൽ വിജയിക്കാനുള്ള സാധ്യത കൂടുതൽ. തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് കരുതേണ്ടി വരും. കേരള രാഷ്ട്രീയത്തിൽ എല്ലാ കാലത്തും അത്തരത്തിലൊരു ദിശാസൂചികയായി തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൻ്റെ ഭരണ തുടർച്ചയുടെ അല്ലെങ്കിൽ ആര് ഭരിക്കും, ഇനി വരുന്ന നിയമസഭയിൽ ആര് അധികാരത്തിലേറും എന്ന് പറയുന്ന ഒരു ദിശാസൂചികയായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറിയിട്ടുണ്ട്. ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി നമ്മൾ കണ്ടതാണ്. കോൺഗ്രസ് വലിയ മുന്നേറ്റം നടത്തുകയും ഒപ്പം തന്നെ 2 മണ്ഡലങ്ങൾ, തൃശ്ശൂർ അവരുടെ സിറ്റിംഗ് സീറ്റ് അവർക്ക് നഷ്ടമായി, ആലത്തൂർ ലോക്സഭാ മണ്ഡലം അവർ തിരിച്ചു പിടിച്ചു. ഈ 2 സിറ്റിംഗ് സീറ്റുകൾ, അതായത് CPM തിരിച്ചു പിടിച്ചു, ആലത്തൂർ തിരിച്ചു പിടിക്കുകയും സിറ്റിംഗ് സീറ്റായ തൃശ്ശൂർ BJP ജയിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത് കോൺഗ്രസ് മറ്റ് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് രാഷ്ട്രീയമായി കരുത്ത് ശക്തി തെളിയിച്ചെങ്കിലും ഈ 2 ലോക്സഭാ മണ്ഡലങ്ങളിലെ തോൽവി കോൺഗ്രസിനെ ഇരുത്തി ചിന്തിപ്പിക്കുന്നത് തന്നെയാണ്. എന്നാൽ അതിനുശേഷം നമ്മളൊരു ഉപതെരഞ്ഞെടുപ്പ് കൂടി ഇപ്പോൾ ഈ ഇടയ്ക്ക് നടന്ന ഒരു 2-3 മണ്ഡലങ്ങളിലേക്ക്, അതായത് 2 നിയമസഭാ മണ്ഡലങ്ങൾ, ഒന്ന് ചേലക്കര മണ്ഡലം, മറ്റൊന്ന് പാലക്കാട് മണ്ഡലം, ഒരു വയനാട് ലോക്സഭാ സീറ്റിലേക്കും ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഈ നമ്മളിത് നോക്കുമ്പോൾ പാലക്കാട് വയനാട് സിറ്റിംഗ് സീറ്റുകൾ എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റുകളും ചേലക്കര LDF കൈവശമുള്ള CPM സ്ഥാനാർത്ഥി ജയിച്ച ഒരു സീറ്റുമാണ്. അവിടെ K രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വളരെ സീനിയറായിട്ടുള്ള ഒരു ലീഡർ ജയിച്ച് സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗം കൂടിയായിരുന്നു അദ്ദേഹത്തെ മന്ത്രിയായിരിക്കെ തന്നെയാണ് ഉപതെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് CPM ജയിപ്പിക്കുന്നത്. അപ്പോൾ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ നാടകങ്ങൾ തന്നെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. കാരണം ഭരണം കയ്യിലുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് തീർച്ചയായും ഇടതു മുന്നണിക്ക് അവിടെ ജയിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഒരുക്കുക എന്ന നിലയിലുള്ള ഒരു പ്രവർത്തനമാണ് പാലക്കാട് നടന്നത്. ആ പ്രവർത്തനത്തെ അതിജീവിച്ചാണ് കോൺഗ്രസ് അവിടെ ജയിക്കുകയും അവിടെ ഭൂരിപക്ഷം ഉയർത്തുകയും ചെയ്തിട്ടുള്ളത്. സിറ്റിംഗ് സീറ്റാണെങ്കിൽ കൂടി ഉപതെരഞ്ഞെടുപ്പുകൾ 3 നടന്നെങ്കിൽ കൂടി പാലക്കാട് വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരുന്നു. യഥാർത്ഥത്തിൽ അവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പാടേ ചോർന്നു പോയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. കാരണം വിവാദങ്ങളാണ് ചർച്ച ചെയ്തത്. അതായത് മനുഷ്യൻ്റെ ദൈനംദിന പ്രശ്നങ്ങൾ, ആ നാടിൻ്റെ വികസന പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ട സമയത്ത് അവിടെ ആദ്യം തൊട്ട്, അതായത് സ്ഥാനാർത്ഥി നിർണയം തൊട്ട് 3 കക്ഷികളിലും വലിയ തോതിൽ രൂപപ്പെട്ട വിവാദങ്ങൾ ആണ് അവിടെ ചർച്ച ചെയ്തത്. എന്നിട്ട് അതിനെയൊക്കെ മറികടന്ന് അത്തരമൊരു വിവാദങ്ങളുടെ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ LDF കാണിച്ച രാഷ്ട്രീയ കൗശലത്തെ മറികടന്നിട്ടാണ് കോൺഗ്രസ് അവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ വിജയിക്കുന്നത്. മറുവശത്ത് നമ്മൾ ചേലക്കര മണ്ഡലം എടുത്താൽ അവിടെ കുറച്ചുകൂടെ CPM എന്ന് പറയുന്ന ആ സംഘടനാ സംവിധാനം വളരെ ശക്തമായി ദൃശ്യമാകുന്ന ഒരു മണ്ഡലമാണ് ചേലക്കര. CPM സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പ്രവർത്തിക്കുന്ന തരത്തിൽ ചേലക്കര മണ്ഡലത്തിൽ പ്രവർത്തിക്കുകയും ഇലക്ഷനെ കുറച്ചുകൂടെ രാഷ്ട്രീയവൽക്കരിക്കുകയും ചെയ്തതോടെ കോൺഗ്രസ് അവിടെ കോൺഗ്രസിന് പരാജയമേൽക്കേണ്ടി വന്നു. പക്ഷേ 2 കക്ഷികളും അവകാശപ്പെടുന്നത് അവിടെ രാഷ്ട്രീയമായൊരു വിജയം തങ്ങൾക്കുണ്ടായി എന്നാണ്. കാരണം കോൺഗ്രസ് അവകാശപ്പെടുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 30,000-ൽ പരം ഭൂരിപക്ഷത്തിലാണ് K രാധാകൃഷ്ണൻ അവിടെ ജയിച്ചു കയറുന്നത്. ആ ഭൂരിപക്ഷം 11,000-ലേക്ക് എത്തിക്കാൻ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിന് കഴിഞ്ഞു. അത് CPM തിരിച്ചടിയാണെന്ന് കോൺഗ്രസ് വാദം ഉന്നയിക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K രാധാകൃഷ്ണൻ അവിടെ 5,000-ൽ പരം വോട്ടുകൾ മാത്രമാണ് രാധാകൃഷ്ണന് ഭൂരിപക്ഷം ഉണ്ടായതെന്നും തങ്ങൾ ആ ഭൂരിപക്ഷം ആ നിയമസഭാ മണ്ഡലത്തിൽ ഉയർത്തുകയാണ് ചെയ്തതെന്നുമാണ് CPM മുന്നോട്ട് വയ്ക്കുന്ന വാദം. അപ്പോൾ 2 മുന്നണികളും രാഷ്ട്രീയമായി വിജയിച്ചു, കണക്കുകൾ നിരത്തി രാഷ്ട്രീയമായി വിജയിച്ചു എന്ന് പറയുന്ന ഒരു വാദം അവിടെ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ പാലക്കാട് ഈ 2 നിയമസഭാ മണ്ഡലങ്ങളും വയനാട് നിയമസഭാ മണ്ഡലവും
ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തൊട്ടു മുമ്പിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ADGP RSS വിവാദം അടക്കം വലിയ തോതിലുള്ള നവീൻ ബാബുവിൻ്റെ മരണം, കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണം, ഇതെല്ലാം CPMനെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ CPMനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വിഷയങ്ങളാണ് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരുന്നത്. ക്ഷേമ പെൻഷൻ മുടങ്ങിയതടക്കം. അപ്പോൾ അത്തരത്തിൽ മനുഷ്യനെ തൊട്ട് നിൽക്കുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ ക്ഷേമ പെൻഷനായാലും KSRTC വിഷയമായാലും, അപ്പോൾ അത്തരത്തിലുള്ള കുറേ വിഷയങ്ങൾ, ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരുടെ DA സംബന്ധിച്ച വിഷയങ്ങൾ, അപ്പോൾ ഇതൊക്കെ തന്നെ മനുഷ്യരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, സപ്ലൈകോയിൽ സാധനങ്ങളുടെ കുറവ് പറയുമ്പോൾ മനുഷ്യരുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കളത്തിലിറങ്ങിയത്. അതായത് സമീപകാലത്തെങ്ങുമില്ലാത്ത തരത്തിൽ ഒരു 3 മാസം മുമ്പ് തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കൾ ഈ മണ്ഡലങ്ങളിലെത്തുകയും അവിടെ ക്യാമ്പ് ചെയ്ത് അവിടെ വോട്ട് ചേർക്കുന്നതടക്കമുള്ള അടിസ്ഥാന പ്രവർത്തനങ്ങൾ നടത്തുകയും ഏതാണ്ട് 3000-ഓളം വോട്ട് ചേലക്കരയിൽ അധികമായി കോൺഗ്രസ് ചേർക്കുകയും ചെയ്ത ഒരു മണ്ഡലത്തിലാണ് കോൺഗ്രസ് തിരിച്ചടി ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയമായി LDFനെ മറികടക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് ചേലക്കരയിൽ പ്രതിഫലിക്കാതിരുന്നത്? ആ ഉപതെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് പ്രതിഫലിക്കാതിരുന്നത്? മറിച്ച് അവിടെ നോക്കുമ്പോൾ BJPയുടെ വോട്ട് നോക്കുമ്പോൾ, പാലക്കാടിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പാലക്കാടും CPM വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇത്രയും വലിയ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ മത്സരം നടന്നിട്ട് പോലും. അല്ല, വലിയ മത്സരം നടന്നിട്ട് അവർക്ക് 1000 വോട്ടുകൾ സമാഹരിക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ. അതൊരു വലിയ വോട്ട്, അവിടെ ഗണ്യമായുള്ള ഒരു വോട്ട് വർധന CPMന് ഉണ്ടായെന്ന് നമുക്ക് കരുതാനാവില്ല. അതിനെപ്പോലെ ഒരു സ്ഥാനാർത്ഥി വന്നപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചാൽ ചിലപ്പോൾ നിലവിലെ വോട്ട് വളരെ പിന്നിലോട്ട് പോകും. കാരണം അദ്ദേഹം ഒരു പാർട്ടിയുടെ കേഡറും അല്ല, മറിച്ച് ഒരു ഇലക്ഷന് മുൻപ് ഈ തങ്ങളുടെ പാർട്ടിയിലേക്ക് കടന്നു വന്ന ഒരു സ്വതന്ത്രം മാത്രമാണ്. അപ്പോൾ എത്രത്തോളം ഈ CPMന്റെ അണികൾ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നൊരു ആശങ്ക പാർട്ടി. അതെ, തീർച്ചയായും. ആ നിലവിലുള്ള വോട്ട് എത്രയാണോ അത് നിലനിർത്തി അതിനൊപ്പം തന്നെ അവരൊരു 1000-ഓളം വോട്ടുകൾ നഗരസഭാ പരിധിയിൽ നിന്ന് സമാഹരിച്ചിട്ടുണ്ട്. അത് അവരുടെ ഒരു രാഷ്ട്രീയ വിജയമെന്ന് വേണമെങ്കിൽ കണക്കാക്കാം. പക്ഷേ മറുവശത്ത് നമ്മൾ അപ്പോഴും നോക്കുമ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF ഭൂരിപക്ഷം ഇരട്ടിയിലധികം വർദ്ധിച്ചു. അത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ വിജയമായി തന്നെ കണക്കാക്കണം. നമ്മൾ പറഞ്ഞു വന്ന ഒരു സാഹചര്യം, ഈ തരത്തിലാണ് ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രാഷ്ട്രീയം മുന്നോട്ട് പോയത്. മറിച്ച് വയനാട്ടിൽ ഒരു ഏകപക്ഷീയ വിജയമാണ് കോൺഗ്രസിനുണ്ടായത്. അതായത് CPIയുടെ സ്ഥാനാർത്ഥിക്ക് മുമ്പുണ്ടായിരുന്ന അത്രയും വോട്ടുകൾ സമാഹരിക്കാനുള്ള ഒരു സാധ്യതയെ തള്ളി വോട്ടിംഗ് ശതമാനം വളരെ പരമാവധി താഴ്ന്നിട്ടു. ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ശതമാനമാണ് വയനാട് മണ്ഡലം രൂപീകരിച്ചതിൽ പിന്നെ ഇത്തവണ ഉണ്ടായിട്ടുള്ള പോളിംഗ് ശതമാനം. ആ പോളിംഗ് ശതമാനത്തിലും കോൺഗ്രസ് 4 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിലേക്ക് കുതിച്ചു കയറി. കഴിഞ്ഞ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം പ്രിയങ്കയ്ക്ക് കിട്ടുന്നു. അപ്പോൾ അവിടെ ഒരു ഏകപക്ഷീയമായ കോൺഗ്രസിൻ്റെ വിജയമെന്നേ പറയേണ്ടു, അല്ലെങ്കിൽ UDFൻ്റെ വിജയമെന്നേ പറയേണ്ടു. പക്ഷേ നിലവിൽ നമ്മൾ ചേലക്കരയെ ഇതിൻ്റെ ഒരു ഒരു ബെഞ്ച് മാർക്കായി, ഒരു അടിസ്ഥാന ഘടകമായി ചേലക്കര മണ്ഡലത്തിലെ എടുത്താൽ രാഷ്ട്രീയമായി കോൺഗ്രസിന് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിഞ്ഞു ആ മണ്ഡലത്തിൽ. അതായത് കരിവന്നൂർ പോലെയുള്ള ബാങ്കിൻ്റെ വിഷയം ആ മണ്ഡലത്തെ സ്പർശിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ്. കരിവന്നൂർ വിഷയം, ഒരുപാട് പേരുടെ സാധാരണക്കാരുടെ നിക്ഷേപങ്ങൾ കരിവന്നൂർ ബാങ്കിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ട്. അത് തിരിച്ചു കൊടുക്കാത്തതിലുള്ള ജീവിതത്തെ തന്നെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ ചർച്ചയാക്കുന്നതിലൊക്കെ കോൺഗ്രസിന് എത്രമാത്രം കഴിഞ്ഞു എന്നുള്ളത് വലിയ ചോദ്യമായി നിലനിൽക്കുന്ന അവസരത്തിലാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ് കടക്കുന്നത്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൃത്യമായുള്ള ഒരു ആസൂത്രണം, ഇനി വരുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തി BJPയുടെ ഇടപെടൽ എങ്ങനെയെന്ന് നോക്കി, അപ്പോൾ അതെല്ലാം ഒരു ഘടകമായി ഇതിനകത്ത് പ്രവർത്തിക്കും. അപ്പോൾ ഭരണ തുടർച്ച എന്ന് പറയുന്ന CPM പറയുന്ന ഒരു വാദം മുഖവിലക്കെടുക്കാൻ ഇപ്പോൾ നമുക്ക് കഴിയില്ലെങ്കിലും ഇനി വരുന്ന CPM നിർണ്ണയിക്കുന്ന തലത്തിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ രൂപപ്പെട്ടാൽ ഒരു ഭരണ തുടർച്ചയിലേക്ക് കാര്യങ്ങൾ പോയാലും അത്ഭുതമില്ല. പക്ഷേ കോൺഗ്രസ് ഇതിനെ രാഷ്ട്രീയമായി കോൺഗ്രസിന് ഇതിനെ മറികടക്കാൻ കഴിഞ്ഞാൽ മാത്രമാകും, സംഘടനയെ ശക്തിപ്പെടുത്തി രാഷ്ട്രീയമായി മുന്നോട്ട് പോയാൽ മാത്രമാകും കോൺഗ്രസ് കൃത്യമായി ഒരു ഭരണത്തിലേക്ക് സംസ്ഥാനത്ത് വരാനുള്ള സാധ്യത ഉരുത്തിരിയുക.